ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ? എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ശരിക്കും എന്താ പ്രശ്നം? ജനിച്ചപ്പോൾ തൊട്ട് ഓരോരോ അസുഖങ്ങളാ. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ. ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാ. ലക്ഷ്മി, എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കിൽ? സതി നാളെ വന്നോ ബാങ്കിലേക്ക്? ചേട്ടനോട് അക്കൗണ്ട് എന്തായാലും തുടങ്ങിയല്ലോ. ബാക്കി ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ മതി, നമുക്ക് ശരിയാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും സാറേ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. വലിയ ഉപകാരം സാറേ. ഞാൻ പോയിട്ട് സാറേ, വിജയ് സാറ് പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ. എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു സാർ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് വരാൾ വെച്ചത്. ഹലോ ചേട്ടാ, ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ. ആര്? ഞാൻ. ആരും പറഞ്ഞില്ലല്ലോ. ഈടെ ഒരു തൂവാലിട്ടേ കണ്ടില്ലേ? തൂവാല്? കർച്ചീഫ്. ആ, കണ്ടില്ല. അത് ഓള് വെച്ചിട്ട് പോയത്. ഇറങ്ങിക്കൊടുക്ക്. തുറ. ഏട്ടാ, ജീപ്പ് നിർത്തി. പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം. അതിനെന്താ വേണ്ടേ? ID കാർഡ് ഉണ്ടോ? ഇല്ല. ഫോട്ടോ ഉണ്ടോ? പശുവിന്റെ ആണോ? പശുവിന്റെ ഫോട്ടോ കിട്ടി നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. നിങ്ങളെ ഫോട്ടോ വേണം. വലിയ ഫോട്ടോ ആണോ? അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ല, ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി. പാസ്പോർട്ട്. ലക്ഷ്മി, ഹലോ ഹലോ. എപ്പോഴാ ഈ ബ്രാഞ്ച് തുടങ്ങിയത്? 3 ദിവസമായി. എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ? അല്ല, വെറുതെ കയറിയതാ. ഓ, ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ടിരിക്കുവാണ്. ആഹാ. അപ്പോയിന്റ്മെന്റ് ആയോ? ഇല്ല, ഇന്റർവ്യൂ എന്നല്ല, ബാംഗ്ലൂർ വെച്ചായിരുന്നു. ഇവിടെ അടുത്താ താമസിക്കുന്നേ? അതെ. ശരി, വരുന്നു. ശരി. ലക്ഷ്മി, അതെ, ഇവിടെ ജോലി കിട്ടാൻ വല്ല ടെസ്റ്റും എഴുതിയിരുന്നു? ഇല്ല, ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു. പേജിൽ ഫോട്ടോ കണ്ടോ? അയ്യോ, കൊള്ളാം. ചാക്കോ, ചാക്കോ, ചാക്കോ. സാർ, ചായയും ലഡും പഴംപരിയും എടുക്കട്ടെ സാർ? വേറൊന്നുണ്ട്? പരിപ്പൂട ഉണ്ട്, സുഖിയൻ ഉണ്ട്. സുഖിയ. മാനേജർ ഓർഡറോ?
സാർ ഇത് പുറത്തേക്ക് പോയിട്ട് പുറത്ത് ഇവിടെ ചായ കുടിക്കണം. ഉണ്ട്. ഇല്ലേ? ഒരുത്തൻ വടക്കോട്ട് ഒരുത്തൻ കിഴക്കോട്ട്. എന്താ വിഷ്ണു ഇത്? ഷൂമാ ലെഡ്ജർ എടുക്ക. വേർ ഇസ് ലെഡ്ജർ ബുക്ക്? വിഷ്ണു നിങ്ങളുടെ ആ ലെഡ്ജർ ബുക്ക് എടുക്കുക. സർ സാറ് വന്നു. ആ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടോ ഇത്? സർ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്കെയിൽ ടു പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ താൻ ഹാൻഡിൽ ചെയ്യുന്നത്? എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ പറയാം സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം. ആ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ. എടോ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ? തനിക്കറിയില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അറിയാം. സി ഐ എം വെരി സോറി ടു സേ ദിസ് ബട്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ. ഒറ്റൊരുത്തൻ്റെ പണിയാണല്ലോ. അയ്യോ ഇഡിയറ്റ്സ്. എടോ ഒരു കസ്റ്റമർ ഉണ്ടോ ഇവിടെ? സർ ഇവിടുത്തെ നാട്ടുകാരൊന്നും ഈ ബാങ്കിങ് സിസ്റ്റമായിട്ട് അത്ര യൂസ്ഡ് അല്ല. എഗെയിൻ ഈ ലൂപ്പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട. ഓരോയിടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെയിലി കളക്ഷൻ എനിക്കിവിടെ കിട്ടിയേ പറ്റൂ. ലുക്ക് ഞാൻ ഒരു സോണൽ മാനേജർ മാത്രമാണ്. എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട്. റെഡിയാവും സർ. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. വർക്കിംഗ് ഓൺ ഇറ്റ്. ഷുമർ എന്തായി? ആ ഇല്ല സാർ, എൻട്രി ചെയ്തേക്കുന്ന ഒന്നും ശരിയായിട്ടല്ല. ഒന്നും ശരിയാവില്ല. ഇത് അടച്ചു വെച്ചേക്കും. ഇന്നൊരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല. ശിവകുമാർ പുതിയൊരാളെ ജോലിക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷ്മിയാ സതീറ കാര്യം പറഞ്ഞേ. ആ തീരുമാനം എന്തായാലും നന്നായി. ഓർക്കൊരു വരുമാനം ആകല്ലോപ്പാ. അത് ശരിയാണ്. ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം. അതിനെ ഞങ്ങൾ സഹായിക്കാം. പിന്നെ അവർ തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഹെഡ് ഓഫീസിൽ സംസാരിച്ചിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ പറയാം. ഓക്കെ? ധൈര്യമായിട്ടിരിക്കാം, ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ. ഇതൊക്കെ രണ്ടാം ഘട്ടമാണോ? അതല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റിയൊന്നും ഇവിടെ ഇല്ലാന്ന്. ഇവരതിനെ താല്പര്യം കാണിക്കുന്നുമില്ല. ചാക്ക ഒരു കാര്യം ചെയ്യും, പത്രത്തിലൊരു പരസ്യം കൊടുക്ക്. അതാവുമ്പോ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയാം. 6 അടി പൊക്കം, ഒത്ത ശരീരം, പിന്നെ ആവശ്യത്തിന് മണ്ടത്തരം. അത് കറക്റ്റ്. സാറേ ആണ്ടൂർത്തി ചാടിപ്പോയി. ഇതേതാ ഈ കുട്ടി ചേച്ചി? ഇത് രുക്മിണി ചേച്ചിയുടെ മോള് പത്മ. നല്ല കുട്ടിയാ, ആലോചിക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട ചേച്ചി. കഴിഞ്ഞ ദിവസം ഈ കുട്ടീനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു. കണ്ടതാണോ? അപ്പൊ കുഴപ്പമില്ല. ഏയ് അതൊന്നും വേണ്ട ചേച്ചി. ചുമ്മാരി വേണ്ട ചേച്ചി, ചേച്ചി വിട്ടു. ഞാൻ ശരിയാക്കപ്പ. ആ നോക്കിക്കോ, അമ്മക്ക് ശരിയാക്കാന്നേ. ഒന്ന് പോ ചാക്കോ, കാര്യമാണ്. എനിക്കോ നടക്കുന്നില്ല. നടക്കും ചാക്കോ. ഈടെ ആന്ന് ഞാൻ ഒരിക്കൽ വന്നിന്. ആണല്ലേ? ഈ വഴിക്ക് പോയി നോക്കാ. സതീച്ചി, ആ പത്മ, ഇതെന്താ ഈ വഴി? ഞങ്ങളുടെ ഹമീദ് ഖാന്റെ വീട്ടിലേക്ക് വന്നതാ. അയ്യോ അത് ഈ വഴിയല്ല, ആടുന്ന് ലെഫ്റ്റ് പോണം. അതെയാ? അയ്യോ ശരി പത്മ. ആ ആ സാറേ ഒരു മിനിറ്റ്, നീയും വാ. ഇതിപ്പോ നിന്റെയും ബാങ്കല്ലേ, നീ പറഞ്ഞ കുറെ അക്കൗണ്ട് തുടങ്ങും.